ക്രിസ്തുവിൽ ഇവരെ വളർത്തുന്ന ഒരു ഭാഗമാണ് വരുന്നത്. ക്രിസ്തുവിൻ്റെ പ്രഥമ പാഠങ്ങൾ, ഇത് വിശ്വാസത്തിൻ്റെ 6:1 അനുസരിച്ചുള്ള പ്രഥമ പാഠങ്ങളാണ്. ഇനി അടുത്ത പാഠങ്ങളിലേക്ക് പോകുന്ന മുമ്പ് കർത്താവ് പറയും, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, നീ ഈ വെള്ളം എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ, അതായത് ഈ വെള്ളം കുടിക്കുന്ന ഒരിക്കലും ദാഹിക്കത്തില്ല എന്ന് പറയുമ്പോൾ കർത്താവിനോട് ഈ ജീവൻ്റെ ജലം എനിക്ക് തരുമോ എന്ന് ചോദിക്കുവോള്. അപ്പോൾ എനിക്ക് പിന്നീട് വെള്ളം കോരാൻ വരേണ്ടിയില്ലല്ലോ എന്നാണ് അവൾ പറയണത്. അവൾ വിചാരിക്കണം ഈ വെള്ളം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ കർത്താവ് എന്താ പറയണത്, പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറയാം. അപ്പോൾ അവൾ തന്നെ പറയും, എനിക്ക് ഭർത്താവ് ഇല്ല എന്ന് പറയും. അപ്പോൾ ഈശോ എന്ത് പറയും, നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്ന ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവ് അല്ലെന്ന് പറയും. അപ്പോഴവൾ പറയും, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കണ്ട, ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് കൂടി കണ്ടു. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നീട് കണ്ടില്ലേ? വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ കർത്താവ് ഒരു അനുഗ്രഹദാതാവായിട്ടേക്ക് തോന്നും. ഉടമ്പടിയിൽ കർത്താവ് ഒരു അനുഗ്രഹദാതാവായിട്ട് നിങ്ങൾ തോന്നണത്, അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ആ വിളക്ക് കെട്ടുപോകും. എന്താ കാര്യം? അതിൻ്റെ അടുത്ത പാഠമുണ്ട്. എന്താ കാര്യം? അനുതാപത്തിൻ്റെ പാഠമാണ്. അനുതാപത്തിൻ്റെ പാഠമാണ്. എന്താണ്? ഇനി ക്രിസ്തുവിനെ മുന്നോട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, നമ്മൾ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കണ്ടൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തെടുക്കുമ്പോൾ അത് സൗജന്യമായിരിക്കും. അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് വേർഷനുണ്ട്. അത് പറയും, അത് പേയ്മെൻറ്റ് നടത്തണമെന്ന് പറയും. അത് നിങ്ങൾ പൈസ അടച്ചാലാണ് അത് തരത്തുള്ളൂ, ആ കണ്ടൻറ്റ് തരത്തുള്ളൂ എന്ന് പറയും. ഇതുപോലെ ക്രിസ്തുവിൻ്റെ പ്രഥമ പാഠം, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠം സൗജന്യമാണ്. അതിൻ്റെ സെക്കൻഡ് ഗ്രേഡ് വരുമ്പോൾ പറയും പേയ്മെൻ്റ് ഉണ്ടെന്ന് പറയും. എന്താ പേയ്മെൻ്റ് ഉള്ളത്? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, അതുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവുമല്ല, അപ്പോൾ അതുകൊണ്ട് ഈ കലാപരിപാടിയും ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ തന്നിരിക്കുന്ന അനുഗ്രഹം നിൻ്റെ പാപത്തിനുള്ള അംഗീകാരമല്ല, ലൈസൻസ് അല്ലെന്ന് പറയും. ക്രിസ്തുവിനെക്കുറിച്ച് അറിയണ്ടേ? നിത്യരക്ഷയിലേക്കല്ലേ പോണത്? നിത്യരക്ഷയിലേക്ക് നമ്മൾ പോകണം. ഉടനെ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നമ്മളുടെ വിശുദ്ധീകരണ ജീവിത വിശുദ്ധിയും വിശ്വാസത്തിൻ്റെ സങ്കീർണമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ ഭയങ്കര ബന്ധമുണ്ട്. നമ്മൾ വിശുദ്ധീകരിക്കണ അനുസരിച്ച് കൊണ്ട് അടയാളങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയും ആന്തരികമായ ആഴപ്പെടുത്തലും ബോധ്യവും ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ക്രിസ്തുവിനെ അറിയാൻ ഗ്രഹിക്കാൻ എന്നെ വിശുദ്ധ ജീവിതത്തിലേക്ക് ആനയിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. പറന്നിറങ്ങണമേ നിൻവിശുദ്ധിയുടെ ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ നിൻവിശുദ്ധിയുടെ ഓ സ്വർഗശക്തിയെ ശക്തിയെ നീലേകണേ ഓ സ്വർഗശക്തിയെ ശക്തിയെ നീലേകണേ ദൈവസ്തുതി പാടിട ദൈവസ്നേഹം നൽകണേ ദൈവസ്തുതി പാടിട ദൈവസ്നേഹം നൽകണേ ഓ പാവനാത്മാവേ നമ്മൾക്ക് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടുകയാണ്, പക്വതയിലേക്ക് വളരുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത്, നമ്മൾ 14:12 വായിച്ചില്ലേ യോഹന്നാൻ്റെ സുവിശേഷം, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ പറഞ്ഞേ, ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിനാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണും. ദൈവം കാര്യങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നു, ചെറിയ കാര്യങ്ങളും
വലിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ എങ്ങനെ സങ്കീർണമാണ്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠം പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ വലിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് അടുത്ത പാഠം പഠിക്കണം. അടുത്ത പാഠം പഠിക്കണം എന്താ ചെയ്യേണ്ടത്? അനുതാപം വേണമെന്നായി പറയണത്. എന്താണ് കാര്യം? ഈ വെള്ളം എനിക്ക് കുടിക്കാൻ തരിക, ഞാനിനി ഇങ്ങോട്ട് വെള്ളം കോരാൻ വരികയും വേണ്ടല്ലോ എന്ന് അല്ല അവൾ പറയണത്. അപ്പോഴേ പറയും, ഞാൻ വെള്ളം കുടിക്കാൻ തരാം, പക്ഷേ നീ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ അവളെന്താ പറയും? എനിക്ക് ഭർത്താവില്ല. അപ്പോൾ ഈശോ എന്ത് പറയും? നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവല്ല. അപ്പോഴുടനെ അവൾ പറയും, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം അടുത്ത മനസ്സിലാക്കൽ വന്നു. ക്രിസ്തുവിനെ മാറിയിട്ട് അത്ഭുതങ്ങൾ നൽകുന്ന ആളും അതുപോലെ തന്നെ സാധാരണ വ്യക്തിയിൽ നിന്ന് ഈശോനെ അത് പ്രവാചകനായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോഴുടനെ അവൾ ചോദിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ ഈശോ ഈ വെള്ളം കുടിക്കാൻ തരിക എന്ന് പറയുമ്പോൾ, അപ്പം 4:14 വായിച്ച്. യോഹന്നാൻ 4:14 എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ സാധാരണ അനുഗ്രഹത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പോവുകയാണ് വിഷയം. ക്രിസ്തുവിന് നമ്മൾ എന്തിനാണ് ഉൾക്കൊള്ളണത്? IELTS പാസ്സാകാനും പറമ്പ് വയ്ക്കാനുമാണ്? അല്ല. എന്തിനാണ്? നിത്യജീവന് വേണ്ടിയാണ്. നിങ്ങളുടെ ഓരോ വസ്തുക്കളും ഓരോ അനുഗ്രഹങ്ങളും ഉടമ്പടിയിൽ തരുന്നതിൻ്റെ കാരണം നിങ്ങൾ ക്രിസ്തുവിലൂടെ നിത്യത അന്വേഷിക്കാൻ വേണ്ടിയാണ്. ഇന്ന് 7:39 വായിച്ച യോഹന്നാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 7:39 അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. അതായത് ഈ വെള്ളം കുടിക്കണം, ഇനിയും ദാഹിക്കും, ഞാൻ നിനക്ക് തരുന്ന വെള്ളം കുടിക്കുന്ന ഒരിക്കലും ദാഹിക്കത്തില്ലെന്ന് പറയുമ്പോൾ, ആ വെള്ളം എനിക്ക് തരിക, ഞാൻ ഇനി കിണറിൽ വെള്ളം കോരാൻ വരേണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, ആ വെള്ളമെന്ന് പറയാം എന്താണ്? അതാണ് ഈശോ പറയുന്ന 7:39 വചനം. എന്താ പറഞ്ഞത്? അത് തന്നിൽ വിശ്വസിക്കുന്നവർ പറഞ്ഞേ, അത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പൊ നമുക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ പ്രഥമ പാഠം കഴിഞ്ഞാൽ പിന്നെ പക്വതയ്ക്ക് വളരണം എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ്. അതാണ് കർത്താവ് പറഞ്ഞ, മനസ്സിലായോ എന്ന് പറഞ്ഞ പക്വതയ്ക്ക് വളരണം എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ളതല്ല, നിത്യതയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. വീട്ടിലെ അപ്പം ഒരു അനുഗ്രഹം കിട്ടി സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങൾ പിന്നെ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, നിൻ്റെ വരദാനമായ പരിശുദ്ധാത്മാവിനാൽ എൻ്റെയും എൻ്റെ കുടുംബത്തെ നിറക്കണമേ. പറഞ്ഞേ, കർത്താവേ, നിൻ്റെ വരദാനമായ പരിശുദ്ധാത്മാവിനാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിറക്കണമേ. അപ്പം പരിശുദ്ധാത്മാവാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രഥമ പാഠം എന്ന് പറയുന്നത് അനുതാപമാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയത്തില്ലേ 7:2:38 എന്താ പറയണത്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറയുമ്പോൾ ഈശോ പറയും, പത്രോസ് ചോദിക്കും, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ എന്താ? നിങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് പറയും. അപ്പം എപ്പോഴും ബൈബിൾ എങ്ങനെ ഏത് കാലത്ത് വെളിപ്പെടുത്തിയാലും കണ്ടൻറ്റ് വൈസ് സെയിം ആയിരിക്കും. ഇവർ പരസ്പരം എഴുതപ്പെടുന്ന ആൾക്കാർ ചോക്ക് പോലെ ഇരിക്കുന്ന ആൾക്കാരാണ്. എഴുതുന്നത് പരിശുദ്ധാത്മാവാണ് എഴുതണമെങ്കിലും എഴുതുന്ന ആൾ ചോക്കാണ്. കാരണം ചോക്ക് ഇപ്പോൾ അധ്യാപകൻ നമ്മൾ ടേബിളിൽ അല്ലെങ്കിൽ ബോർഡിൽ എഴുതണത്, അധ്യാപകനാണ് എഴുതണത്, ചോക്കാണ് എഴുതണത്. അധ്യാപകനല്ല എഴുതണത്, ചോക്ക് കൊണ്ടാണ് എഴുതണത്. ഇപ്പോൾ യോഹന്നാനൊക്കെ ഒരു ചോക്കാണ്, പത്രോസും ഒരു ചോക്കാണ്. അവരെ കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതുന്നതാണ്.
പല കാലങ്ങളിൽ എഴുതുന്നതാണ്. പക്ഷേ ആ എഴുതുന്ന ആൾ പരിശുദ്ധാത്മാവ് ആയതുകൊണ്ടും ഒരേ ഒരാളായത് കൊണ്ടും എവിടെ എന്ത് പറഞ്ഞാലും പരസ്പര വിരുദ്ധം ഉണ്ടാകത്തില്ല. ഇവിടെ എന്താ പറഞ്ഞത്? നിനക്ക് ഈ വെള്ളം കുടിച്ചാൽ നീ ദാഹിക്കും അല്ലേ? ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹിക്കത്തില്ല. ഞാൻ തരുന്ന വെള്ളം എന്താണ്? അത് 7:39 തന്നെ വിശ്വസിക്കാതിരുന്നവർ സ്വീകരിക്കാതിരുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്. ഈ ആത്മാവിനെ കിട്ടാൻ എന്താ പറയണം? എന്താ മാർഗം? ഈ ആത്മാവിനെ കിട്ടാൻ പശ്ചാത്താപം തന്നെ പറയണം. പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ പറഞ്ഞ് ഞാൻ എൻ്റെ അപ്പോൾ എനിക്ക് ഭർത്താവില്ല, നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞ് ശരിയാണ്. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവല്ല എന്ന് പറയുമ്പോഴേ അനുതാപത്തിലേക്ക് അവളെ കൊണ്ടുവരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ സഭ സ്ഥാപിക്കപ്പെടുമ്പോഴും പത്രോസിലൂടെ പറഞ്ഞതാണ്, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ എന്താ പത്രോസ് പറയണത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:38. പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മ ദാനം കിട്ടാനുള്ള മാർഗം എന്താണ്? പശ്ചാത്താപം തന്നെയാണ്. അവിടെ ഇത് തന്നെയാണ് ഈശോ സമരക്കാരോട് പറഞ്ഞത്. ഇത് തന്നെയാണ് ഈശോ പത്രോസിനോടും പറഞ്ഞത്. പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളിലും നിർദ്ദേശങ്ങളിലും ഒന്നും വ്യത്യാസമില്ല, സെയിം തന്നെയാണ്. അപ്പോൾ ഈ അടയാളങ്ങൾ കാണുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അടയാളങ്ങളും അത്ഭുതങ്ങളും വരുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? കർത്താവേ, നീ ഞങ്ങളെ വിട്ടു പോകണമെന്ന് പത്രോസ് പറയുന്നില്ല അത്ഭുതം കാണുമ്പോൾ. 5:7 അവർ മറ്റേ വെള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച്. അപ്പൊ അത്ഭുതകരമായ മീൻപിടുത്തമാണ്. കടലിൽ ഒരു കരിനന്തം പോലും ഇല്ലാത്ത കാലത്ത് കർത്താവ് സമർത്ഥമായ മത്സ്യവിളയാളികളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം കൊടുക്കണവർക്ക് ആ ആധിക്യം. അപ്പം മറ്റു വള്ളക്കാർ ഈ വള്ളം മുങ്ങണ കാരണം മറ്റു വള്ളക്കാരെയും കൂടി പത്രോസ് കൈകൊണ്ട് ആ നൻപ് കാട്ടി വിളിക്കും. എന്നിട്ട് 2 വള്ളങ്ങളും മുങ്ങാറാകുളം നിറക്കും. അടുത്ത വായിച്ച് ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ് കർത്താവേ എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുതാപത്തിന്റെ ഒരു സെക്ഷൻ കഴിയുമ്പോഴാണ് വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത്. കർത്താവ് കാര്യങ്ങൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കർത്താവ് കാര്യങ്ങളെ 2 തിരിക്കുന്നു. ചെറിയ കാര്യങ്ങളും ഇവയേക്കാൾ വലിയ കാര്യങ്ങളും. വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് പോവുകയും ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ദർശിക്കുകയും ചെയ്യുമെന്ന് പറയും. ഈ വലിയ കാര്യങ്ങൾ നമ്മൾ ദർശിക്കുന്നത് എപ്പോഴാണ്? കർത്താവ് പിതാവിൻ്റെ അടുത്ത് പിതാവിൻ്റെ അടുത്ത് പോണത് എന്തിനു വേണ്ടിയാണ്? ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 14:16 ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും. അതാണ് പിതാവിൻ്റെ അടുത്ത് പോകേണ്ട. നമ്മൾ വലിയ കാര്യങ്ങൾ ദർശിക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ പിതാവിൻ്റെ അടുത്ത് പോകുമ്പോൾ വലിയ കാര്യങ്ങൾ ദർശിക്കുമെന്ന് പറഞ്ഞു. പോകുമ്പോൾ എന്താണ് സംഭവിക്കണത്? 14:16 എന്താ പറയണത്? ഞാൻ എൻ്റെ പിതാവിനോട് എടുത്ത് പോവുകയും
പിതാവിനോട് ചോദിക്കുകയും അടുത്ത വായിച്ചേ എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ, എന്നേക്കും പറഞ്ഞ എന്നേക്കും നിത്യത വരെ നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് സഹായകനെ വാഗ്ദാനം ചെയ്ത പിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവരുടെ അനുതാപത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും കണ്ടന്റ് വൈസ് പാപത്തെക്കുറിച്ചുള്ള ഒരു ദുഃഖമോ പാപം ഉപേക്ഷിക്കലോ മാത്രമല്ല, മറിച്ച് എന്താണ്, ഇവർ രണ്ടുപേരും ഈ പത്രോസും സമരിയക്കാരത്തെയും ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട്. രണ്ടുപേരുടെ അതായത് പത്രോസ് നീ ക്രിസ്തുവാണെന്ന് പറയുന്ന ഇടവേതാണെന്നറിയാവോ? കേസറിയ ഫിലിപ്പി. അതായത് ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു ഗവർണറാണ്, ഇസ്രയേലിലെ ഗവർണറാണ്. കെസർ എന്ന് പറഞ്ഞ സീസറെ, റോമിലെ ചക്രവർത്തിക്ക് വേണ്ടി ഭരിക്കുന്ന ടെട്രാക്കായ പ്രവിശ്യ തലവനായ ഫിലിപ്പ് ഒരു ദേവാലയം പണിതു. അതാണ് കേസറിയ ഒരു സിറ്റി പണിതിട്ട് അവിടെ ഒരു വലിയ ക്ഷേത്രം പണിയും. അതിൻ്റെ പുറത്ത് കുറേ ദേവതകളെ സൃഷ്ടിക്കുക. ആ ദേവതകളുടെ മുമ്പിൽ കേസറിയ ഫിലിപ്പിയിലാണ് ഈ പത്രോസ് വന്ന് പെടുന്നത്. അവിടെ വെച്ചാണ് കർത്താവ് ചോദിക്കുന്നത്, whom do you say that I am? Take the word of God. മത്തായി 16:13. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവിടെയാണ് വിഷയം വന്നത്. കാര്യം ഈ ഫിലിപ്പ് ഗവർണർ ഈ സീസറിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പല വിഗ്രഹങ്ങളെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ചക്രവർത്തിയുടെ വിഗ്രഹമുണ്ട്, പിന്നെ കുറഞ്ഞിട്ട് ചക്രവർത്തി ആരാധിക്കുന്ന ഡയാന ദേവിയുടെ വിഗ്രഹമുണ്ട്. പല വിഗ്രഹങ്ങൾ ഇങ്ങനെ ഈ മട്ടുപ്പാവൂർ ഈ കേസറിയ ഫിലിപ്പിയുടെ ക്ഷേത്രത്തിന് മുകളിലുണ്ട്. അപ്പോൾ പത്രോസിൻ്റെ ഇതിന് മുമ്പ് നിർത്തിയിട്ടാണ് ചോദിക്കുന്നത്, whom do you say that I am? എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് ഈ ക്ഷേത്രങ്ങളുടെ മുകളിലിരിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളെയും ഇങ്ങനെ നോക്കും. അപ്പോൾ ബറൂക്കിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എന്താണ്, അവയ്ക്ക് കണ്ണുണ്ട് പക്ഷെ കാണുന്നില്ല, അവയ്ക്ക് ചെവി കൊണ്ട് പക്ഷെ കേൾക്കുന്നില്ല, അവ സംസാരിക്കുന്നില്ല, അവയ്ക്ക് ജീവനില്ല. ഇത്രയും മനസ്സിലാക്കിയിട്ട് പത്രോസ് ഒരു നെടുവീർപ്പോടെ പറയും, ഇതുപോലെയുള്ള കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത ജീവനില്ലാത്ത ദൈവമല്ല നീ. യു ആർ ക്രൈസ്റ്റ്, the son of the living God. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹ. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ. അത്യുന്നതനേ നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതനേ അത്യുന്നതനേ നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമൻ ദൈവമെന്നും. അപ്പോൾ പത്രോസ് പറയും, ഇതുപോലുള്ള ഒരു ദൈവമല്ല നീ. നിന്നെ ഞാൻ കണ്ടു, നീ കണ്ണിന് കാഴ്ച കൊടുക്കണേ കണ്ടു, ചെവികൾക്ക് കേൾവി കൊടുക്കണേ കണ്ടു, ഊമന സംഭാഷണ ശക്തി കൊടുക്കണ കണ്ടു, കടലും നടക്കുന്ന കണ്ടു. നീ മനുഷ്യൻ്റെ കണ്ണീരൊപ്പുന്ന ജീവനുള്ള ദൈവമാണ്. യു ആർ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. നീ ജീവിക്കണ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ.